സ്റ്റോക്ക് മാർക്കറ്റ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് നല്ല സ്ട്രാറ്റജി വീഡിയോസ് ഞാൻ ഈ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബാങ്ക് നിഫ്റ്റി ഓപ്ഷൻ സ്കാനറിനെ പറ്റിയാണ്. അപ്പോൾ ഇതൊരു പ്രീമിയം സ്കാനറാണ്. അതായത് nicholasnilo.com നിങ്ങൾക്ക് പ്രീമിയം മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ സ്കാനർ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് പ്രീമിയം മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ നിന്ന് കാണാം. അതിൽ NSE സ്കാനറിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ NSE സ്കാനർ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സ്കാനേഴ്സ് കാണാം. അപ്പോൾ ഈ സ്കാനറെല്ലാം നമ്മൾ NSEയുടെ വെബ്സൈറ്റിൽ ലിങ്ക് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ ഈ സ്കാനർ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ എക്സൽ വെർഷൻ 2013 അതിന് മുകളിലുള്ള വെർഷൻ ആയിരിക്കണം. എന്നാൽ മാത്രമാണ് ഈ സ്കാനറിലൊക്കെ വർക്ക് ചെയ്യത്തുള്ളൂ. അത് നമ്മൾ സ്ക്രോൾ ഡൗൺ ചെയ്ത് വരുമ്പോൾ നമുക്ക് താഴെയായിട്ട് കാണാം ബാങ്ക് നിഫ്റ്റി ഓപ്ഷൻ അനാലിസിസ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് എന്ന് കാണാം. ഇത് ക്ലിക്ക് ചെയ്താൽ സ്കാനർ ഡൗൺലോഡ് ആവുന്നതാണ്. അപ്പോൾ അതിനുശേഷം നമുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഒരു പ്ലാറ്റ്ഫോമാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇത് ഓപ്പൺ ചെയ്യണമെങ്കിൽ നമ്മൾ ഡാറ്റ ടാബിൽ പോയി റീഫ്രഷ് ആൾ കൊടുക്കണം. അതിനുശേഷം എല്ലാ 1 മിനിറ്റിലും ഇത് ഓട്ടോമാറ്റിക്കലി റീഫ്രഷ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മളിത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് അറിയാനായിട്ടാണ്. അപ്പോൾ ഇപ്പോൾ നമുക്കറിയാം ഇന്നത്തെ കാണിക്കുന്നത് ഡൗൺ ട്രെൻഡാണ് കാണിക്കുന്നത് മാർക്കറ്റ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഈ ഡൗൺ ട്രെൻഡും അപ്പ് ട്രെൻഡും കണ്ടുപിടിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഫുൾ കോൾ ഓപ്ഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള അനാലിസിസ് ആണ്. റൈറ്റ് സൈഡിൽ പുട്ട് ഓപ്ഷൻ റിലേറ്റ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം ബയേഴ്സ്, അതായത് കോൾ ഓപ്ഷനിൽ ഏത് സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ ബയേഴ്സ് ഉള്ളത് അതിവിടെ കാണിക്കും. ആ ബയേഴ്സ് കുറഞ്ഞു വരുന്നതനുസരിച്ച് ഇതിപ്പോൾ ടോപ്പ് 10 ബയേഴ്സാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഏത് സ്ട്രൈക്കിലേക്കാണ് ബയേഴ്സ് ഉള്ളത് നമുക്ക് ഇവിടെ അറിയാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ LTP പറഞ്ഞാൽ അതിൻ്റെ പ്രൈസാണ് കാണിക്കുന്നത്. ഇനി IV എന്ന് പറയുന്നത് ഇംപ്ലൈഡ് വൊളറ്റിലിറ്റിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇംപ്ലൈഡ് വൊളറ്റിലിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു സ്ട്രൈക്കിൽ ഇംപ്ലൈഡ് വൊളറ്റിലിറ്റി കൂടുതലാണെങ്കിൽ ആ സ്റ്റോക്സിൽ മൂവ്മെൻറ്റ് ആ ഒരു സ്ട്രൈക്കിൽ മൂവ്മെൻറ്റ് കൂടുതലായിരിക്കും. അപ്പോൾ നമുക്ക് ആ ഇംപ്ലൈഡ് വൊളറ്റിലിറ്റി യൂസ് ചെയ്തിട്ട് നമുക്ക് ഏത് സ്ട്രൈക്കിലാണ് മൂവ്മെൻറ്റ് കൂടുതലെന്ന് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. അതുപോലെ സെല്ലേഴ്സ്, അതായത് കോളിൽ ഓപ്ഷൻസിൽ ഏത് സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ സെല്ലേഴ്സ് ഉള്ളത് നമുക്ക് അറിയാൻ സാധിക്കുന്നതാണ് ഈ സെല്ലേഴ്സ്. അതിന് സ്ട്രൈക്കാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 36,100 ഇപ്പോൾ ഏറ്റവും കൂടുതൽ സെല്ലേഴ്സ് ഉള്ളത്. അതിങ്ങനെ പോയിട്ടുണ്ട്. അതിൻ്റെ LTPയും ഇംപ്ലൈഡ് വൊളറ്റിലിറ്റിയുമാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ട്രെൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കമ്പയർ ചെയ്യും. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ബയേഴ്സും സെല്ലേഴ്സും നമ്മൾ കമ്പൈൻ ചെയ്തിട്ട് അതാണ് ട്രെൻഡ് കണ്ടുപിടിക്കുന്നത്. ബയേഴ്സാണോ കോളിൽ സെല്ലേഴ്സാണെന്നത്. അത് സെയിം തന്നെയാണ് പുട്ടിലും വരുന്നത്. പുട്ടിൽ ഏത് സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ ബയേഴ്സ് ഉള്ളത് ആ സ്ട്രൈക്ക് ഇവിടെ നമുക്ക് ഫസ്റ്റായിട്ട് കാണിക്കും. അതിൻ്റെ LTP ഇംപ്ലൈഡ് വൊളറ്റിലിറ്റിയാണ്. അതേപോലെ സെല്ലേഴ്സ് ഏത് സ്ട്രൈക്കിലാണോ ഉള്ളത് അതേപോലെ അതിൻ്റെ ഇംപ്ലൈഡ് വൊളറ്റിലിറ്റി ട്രെൻഡുമാണ് കാണിക്കുന്നത്. ഈ രണ്ട് ഇപ്പോൾ കോളിൻ്റെയും പുട്ടിൻ്റെയും മൊത്തം ട്രെൻഡ് അനലൈസ് ചെയ്തിട്ടാണ് ഈ മാർക്കറ്റ് ട്രെൻഡിൽ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് ട്രെൻഡ് നമുക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ്. അപ്പോൾ ഞാനിത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് മാർക്കറ്റ് ട്രെൻഡ് അറിയാൻ വേണ്ടിയാണ്. ഇപ്പോൾ നിങ്ങൾ എൻ്റെ ടെലിഗ്രാം ചാനൽ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാനിപ്പോൾ ഈ ചാനലിലൂടെ നമ്മുടെ ഇതിൻ്റെ ലെവൽസ് കൊടുത്തിരുന്നു. ഇപ്പോൾ മാർക്കറ്റിൽ എന്താ ഡൗൺ ട്രെൻഡാണോ, അപ്പോൾ ഈ ഏതൊക്കെ കാലത്ത് വരുന്ന ട്രെൻഡ് ഞാൻ അപ്പം അപ്ഡേറ്റ് ചെയ്തിരുന്നു. കണ്ടോ, അപ്പ് ട്രെൻഡ് വന്ന ദിവസങ്ങളുണ്ട്, ചില ദിവസങ്ങളിൽ ന്യൂട്രൽ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ട്രെൻഡ് ഇപ്പോൾ ന്യൂട്രൽ അപ്പ് ട്രെൻഡ്, അപ്പോൾ ഈ ട്രെൻഡ് മാറിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ ഡാറ്റ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് ഈ ട്രെൻഡ് മാറിക്കൊണ്ടിരിക്കും. പക്ഷേ നമുക്കൊരു ഐഡിയ കിട്ടും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് എങ്ങോട്ടാണെന്ന്. അപ്പോൾ ഇന്ന് തന്നെ നോക്കാം. ഇന്ന് എൻ്റെ പ്രൈവറ്റ് ചാനലിൽ ഞാൻ ബാങ്ക് നിഫ്റ്റിയിൽ ലെവൽ കൊടുത്തിരുന്നു 36,000-ഉം 35,570. അപ്പോൾ ഇതൊരു റെസിസ്റ്റൻസും ഇതൊരു സപ്പോർട്ട് ലെവലാണ്. പിന്നെ നമുക്ക് ഓൾറെഡി നമുക്ക് ഈ സ്കാനർ ഉണ്ടെങ്കിൽ നമുക്കറിയാം ഇപ്പോൾ ട്രെൻഡ് ഡൗൺ ആണെങ്കിൽ നമ്മൾ ആ ചാർട്ടൊന്ന് ഓപ്പൺ ചെയ്താൽ മതി. ഇപ്പോൾ നമ്മൾ ബാങ്ക് നിഫ്റ്റി ചാർട്ട് ഓപ്പൺ ചെയ്തിട്ട് ഇപ്പോൾ മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ചെയ്തിരിക്കുന്നത് നോക്കി 35,570 സപ്പോർട്ട് എടുത്ത് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ 35,500 സപ്പോർട്ട് എടുത്ത് ഓപ്പൺ ചെയ്ത് ഇത് കയറി പോവുകയാണെങ്കിലും നമ്മുടെ ഈ അനലൈസ് സ്കാനർ ന്യൂട്രൽ അല്ലെങ്കിൽ ഡൗൺ ട്രെൻഡ് ആണെങ്കിൽ നമുക്ക് ഇത് ബ്രേക്ക് ചെയ്താലും ബൈ എടുക്കേണ്ട ആവശ്യമില്ല. കാരണം നമുക്കറിയാം അതിനൊരു ഫോൾ വരാൻ ചാൻസ് ഉണ്ടെന്ന്. അപ്പോൾ ഇവിടെ നിന്ന് താഴേക്ക് കണ്ടു ആ റെസിസ്റ്റൻസ് നമ്മുടെ 36,000 സ്ട്രോങ് റെസിസ്റ്റൻസാണ്. അവിടെ അടിച്ച് ഇവിടേക്ക് ഒരു സെല്ല് വന്നിട്ടുണ്ട്, അതായത് താഴേക്ക് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒന്ന് സെല്ല് പോയിട്ട് ഇതിന് മുകളിൽ സ്റ്റോപ്പ് ലോസ് ഇടാവുന്നതാണ്. അതുപോലെ നമ്മൾ ടാർഗറ്റ് എന്ന് പറയുന്നത് 35,570 ആ സപ്പോർട്ടിൽ വാങ്ങി നമുക്ക് ടാർഗറ്റ് ഇട്ടിരിക്കാം. പിന്നെ നമുക്ക് നോക്കാം ആ സപ്പോർട്ടിൽ ടച്ച് ചെയ്തിട്ട് വീണ്ടും അത് ട്രെൻഡ് ഡൗൺ ആണ്, കാരണം അത് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് കയറുന്നില്ല. അപ്പോൾ അത് നമുക്കൊരു ഇൻഡിക്കേഷനായിട്ട് എടുക്കാവുന്നതാണ്. ആ സമയം തന്നെ നമുക്ക് ഈ നമ്മുടെ എക്സൽ സ്കാനറും ഒന്ന് അനലൈസ് ചെയ്യാം. അപ്പോൾ എക്സൽ സ്കാനറിലും ഡൗൺ ട്രെൻഡ് ആണെങ്കിൽ നമുക്കറിയാം ഓൾറെഡി നമ്മുടെ 35,570 സപ്പോർട്ടിന് താഴെയാണ് മാർക്കറ്റ് ട്രേഡ് നടക്കുന്നത്. പിന്നെ നമ്മുടെ എക്സലിലും ഡൗൺ ട്രെൻഡാണ് പറയുന്നതെങ്കിലും നമുക്ക് അതൊരു ഓപ്പർച്യൂണിറ്റി കണക്കാക്കിയിട്ട് സെല്ലിലേക്ക് പോകാവുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഈ സ്കാനറിൽ മെയിൻ ആയിട്ടുള്ള യൂസ് വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഓപ്ഷൻ ബൈ ചെയ്യണം സെല്ല് ചെയ്യണം എന്നുള്ള ലെവൽസ് അല്ല. ഇത് നമുക്ക് ജസ്റ്റ് കോളിൻ്റെയും പുട്ടിൻ്റെയും ബയേഴ്സും സെല്ലേഴ്സും കമ്പൈൻ ചെയ്തിട്ട് മാർക്കറ്റ് ട്രെൻഡ് അനലൈസ് ചെയ്യുന്ന ഒരു സ്കാനർ മാത്രമാണ്.
ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് ഉപയോഗിച്ച് ഓപ്ഷൻസും അതുപോലെ ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചറും ട്രേഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ആദ്യം തന്നെ നമ്മൾ ബാങ്ക് നിഫ്റ്റി എടുത്തിട്ട് ഫ്യൂച്ചറിൽ സപ്പോർട്ടും റെസിസ്റ്റൻസും ഇപ്പോൾ ഞാൻ ഇതുപോലെ വരച്ച പോലെ വരച്ചിടണം. അതിനുശേഷം നമ്മൾ ഈ ട്രെൻഡ് ഒന്ന് അനാലിസ് ചെയ്തുകൊണ്ടിരിക്കണം. ഇതിപ്പോൾ എല്ലാ 1 മിനിറ്റിലും ഇങ്ങനെ ഇത് റീഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് കറക്റ്റ് ഒരു ട്രെൻഡ് അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഒന്ന് ഡൗൺ ട്രെൻഡ് ആണെങ്കിലും നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം. മാർക്കറ്റ് അപ്പിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ ഈ റെസിസ്റ്റൻസിൽ ടച്ച് ചെയ്തിട്ട് എങ്ങനെ മാർക്കറ്റ് റിയാക്ട് ചെയ്യുന്ന നോക്കാം. ആ റെസിസ്റ്റൻസിൽ ടച്ച് ചെയ്ത് മാർക്കറ്റ് താഴേക്ക് വരാൻ ഒരു ചാൻസ് കാണിക്കുന്നുണ്ടെങ്കിൽ, ഇതുപോലെ ഒരു ചാൻസ് കാണിക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യുകയോ കോൾ ഓപ്ഷൻ സെല്ല് ചെയ്യുകയോ ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ നമുക്ക് ഫ്യൂച്ചർ സെല്ല് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടൊരു സ്കാനറാണ്. അപ്പോൾ നിങ്ങളിന്ന് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. അപ്പോൾ ഈ വീഡിയോയിലൂടെ ഞാൻ ജസ്റ്റ് ഈ സ്കാനറിൻ്റെ വർക്കിങ്ങിനെ പറ്റി പറഞ്ഞതേ ഉള്ളൂ. മറ്റൊരു വീഡിയോയുമായി ഞാൻ അടുത്ത ദിവസം വരാം. അതുവരെ നന്ദി, നമസ്കാരം.